സോ ലാസ്റ്റ് ഡേയ്സ് നമുക്ക് വ്യാഴാഴ്ച NFP ഉണ്ടായിരുന്നു, അതായത് നോൺ ഫാം പേറോൾസ്. ആ സമയത്തായിരുന്നു ഇതുപോലൊരു ലാർജ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽസ് ഫോം ചെയ്ത് അതിനുശേഷം പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു. ആൻഡ് ഇന്നലെ പ്രൈസ് എഗെയിൻ ആ റാലി കണ്ടിന്യൂ ചെയ്തു. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു വീക്ക്ലി അനാലിസിസ് ആണ്, യൂറോ USD അതുപോലെ തന്നെ ഗോൾഡിൻ്റെ. സോ ലാസ്റ്റ് ഡേയ്സ് നമുക്ക് വ്യാഴാഴ്ച NFP ഉണ്ടായിരുന്നു, അതായത് നോൺ ഫാം പേറോൾസ്. ആ സമയത്തായിരുന്നു ഇതുപോലൊരു ലാർജ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽസ് ഫോം ചെയ്ത് അതിനുശേഷം പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു. ആൻഡ് ഇന്നലെ പ്രൈസ് എഗെയിൻ ആ റാലി കണ്ടിന്യൂ ചെയ്തു. ആ ഏഷ്യൻ സെഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലണ്ടൻ സെഷൻ ആയാലും ന്യൂയോർക്ക് സെഷൻ ആയാലും അവിടെ കൺസോളിഡേറ്റ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ US മാർക്കറ്റ് ഹോൾഡ് ചെയ്യായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇനി മൺഡേ വരുമ്പോൾ ഏതൊക്കെ ലെവൽസിലായിരിക്കും നമുക്ക് ഇനി ബൈ ആൻഡ് സെല്ല് നോക്കാൻ പറ്റുന്നത് നോക്കാം. ആൻഡ് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് പ്രൈസ് ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 1 അവറിൻ്റെ ഓർഡർ ഫ്ലോ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റിനെ നോക്കാവുന്നതാണ്. അതല്ല, ഇന്നലെ ക്രിയേറ്റ് ചെയ്ത പ്രീവിയസ് ഡേയുടെ ഹൈ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു സെൽ മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഓർഡർ ഫ്ലോയിലേക്ക് തന്നെ നമുക്ക് സെൽ ടാർഗറ്റും ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഒരു 1 അവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ വന്നതിന് ശേഷം നമുക്ക് ബൈ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് 4220 ലെവലാണ്. അതായത് ഒരു പ്രീവിയസ് വീക്കിൻ്റെ ഹൈ, ഒരു മേജർ ലിക്വിഡിറ്റി സിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഒരു പ്രൈസ് സെൽ ടെൻഡൻസി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു 3800 3500 ലെവലിലേക്കൊക്കെ ഒരു ലോങ് ടൈമിലേക്ക് സെല്ല് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അവിടെ നിന്ന് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതിന് ബെറ്റർ ഓരോ ദിവസത്തെ ആക്ടിവിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം പതുക്കെ നമ്മളുടെ കൺവിക്ഷൻ അനുസരിച്ച് ട്രേഡ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഈ കാണുന്ന ഒരു മേജർ ലിക്വിഡിറ്റി ഏരിയ എത്തിയതിന് ശേഷം ലോങ് ടൈമിലേക്ക് സെല്ല് ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ മേ ബി മാർക്കറ്റ് പിന്നെയും വന്നത് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെയും ഒരു എക്സാക്ട് ഫോൾ ഉണ്ടാവുക. അപ്പോൾ ആക്ച്വൽ ഡയറക്ഷനിലേക്ക് പ്ലാൻ ചെയ്തതിന് ശേഷം എപ്പോഴൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ആൻഡ് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രോപ്പറായിട്ട് ബൈ ആൻഡ് സെല്ല് പ്ലാൻ ചെയ്യാം. ആൻഡ് അറ്റ് ദ മൊമെൻറ്റ് ഗോൾഡ് നമുക്ക് ഈ കാണുന്നൊരു 4220 ലെവൽ വരെ ഒരു ബുള്ളിഷ് വ്യൂ ആണ്. അപ്പോൾ താഴെ കാണുന്ന ഓരോ ബൈയിങ് ലെവലിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഈ കാണുന്ന പ്രീവിയസ് ഡേ ഹൈ വരെ ആൻഡ് പ്രീവിയസ് വീക്ക് ഹൈ വരെ നമുക്ക് അത് ഫോക്കസ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് യൂറോ USD നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു NFPയിൽ ഉണ്ടാക്കിയ ലാർജ് ക്യാൻഡലിൻ്റെ ഒരു 50% മൂവ്മെൻറ്റ് താഴത്തേക്ക് റീട്രേസ് ചെയ്തതിന് ശേഷം കൺസോളിഡേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല US മാർക്കറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കൺസോളിഡേഷൻ നടന്നത്. ആൻഡ് മാർക്കറ്റ് ഇനി ഈ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്കാണ് പോകുന്നതെങ്കിൽ ഈ കാണുന്ന ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്കൊരു വീണ്ടും താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ കാണുന്ന 1.14744 എന്ന് പറഞ്ഞൊരു മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെല്ല് പ്ലാൻ ചെയ്യാവുന്നതാണ്. ആൻഡ് അതിൻ്റെ മുകളിലേക്ക് ഒരു ലാർജ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് സിറ്റിംഗ് ആണ്. 1.15297 ആ ഏരിയയിലേക്ക് പ്രൈസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഏരിയയിൽ നിന്ന് ഒരു ലോങ് ടൈമിലേക്കുള്ള സെല്ല് തന്നെ നോക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇനി തിങ്കളാഴ്ച വരുന്ന മാർക്കറ്റിൽ കൂടുതൽ ബൈ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെല്ലിലേക്ക് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റീസെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ സെല്ല് TP ബുക്ക് ചെയ്ത് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്, അൺടിൽ ഈ കാണുന്ന മേജർ ലിക്വിഡിറ്റി ലെവൽ സ്വീപ്പ് ചെയ്യുന്നത് വരെ. അപ്പോൾ ആ ഏരിയ എത്തിക്കഴിഞ്ഞാൽ കൂടുതലും ഒരു സെൽ ടെൻഡൻസിയാണ് മാർക്കറ്റ് കാണിക്കുന്നതെങ്കിൽ സെൽ ഓപ്പർച്യൂണിറ്റി കൂടുതൽ നോക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ യൂറോ USD ആൻഡ് ഗോൾഡ്. ഇനി ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് മൺഡേ നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.